വെൽക്കം ബാക്ക് ടു എഡ്യൂവാല 2.0. +2 ഇക്കണോമിക്സിലെ മൈക്രോ ഇക്കണോമിക്സ് എങ്ങനെ നമുക്ക് വേഗം പഠിക്കാം 5 പാഠങ്ങളിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കാനെന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കിനി ഒരേ ഒരു എക്സാം ഉള്ളൂ ഇക്കണോമിക്സ്. അപ്പോൾ ഇനി 2 ദിവസം നല്ല പോലെ പഠിക്കാം. ഒരുപാട് വീഡിയോസ് ഇക്കണോമിക്സുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്നുണ്ട്. മൈക്രോ എക്കണോമിക്സിനെ കുറിച്ച്, മാക്രോ എക്കണോമിക്സിനെ കുറിച്ച്, അതേപോലെ തന്നെ സ്റ്റഡി പ്ലാൻ 2 ഡേയ്സിൻ്റെ ഒരു പെർഫെക്റ്റ് സ്റ്റഡി പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ പിന്നാലെയുള്ള വീഡിയോസ് ആണ് ഇനി വരുന്നത്. മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ് എങ്ങനെ പഠിക്കാം, കർവുകൾ, പ്രോബ്ലംസുകൾ, 8 മാർക്ക് ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്, ഡിഫറൻസസ്, അങ്ങനെ തുടങ്ങി ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇക്കണോമിക്സിൽ ഫുൾ മാർക്ക് വാങ്ങാനായിട്ടുള്ളതാണ്. സോ നമുക്ക് കടക്കാം മൈക്രോ എക്കണോമിക്സിലെ 5 പാഠങ്ങൾ നിങ്ങൾ ഏതൊക്കെ പഠിക്കുക എന്നുള്ളത്. നമുക്കിനി ഓരോരോ എക്സാമ്പിൾ, കഴിഞ്ഞ എക്സാമിനെ കുറിച്ചിട്ട് നിങ്ങളൊരാളും വറീഡ് ആവേണ്ട, കഴിഞ്ഞു. ഇനിയുള്ള എക്സാം നല്ല പോലെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുകയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ഈ വീഡിയോസ് എല്ലാം നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, മൈക്രോ എക്കണോമിക്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് കുറേ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ 5 പാഠങ്ങളിലെ 4 പാഠങ്ങൾ നമുക്ക് കർവുകൾ ഉള്ളതാണ്. ഒന്നാമത്തെ പാഠത്തിൽ കർവ് ഇല്ല എന്നല്ല, ഒരു കുഞ്ഞൊരു ടോപ്പിക് മാത്രമേ ഉള്ളൂ. ബാക്കി 4 പാഠങ്ങളും തിയറി ഓഫ് ഫേം, കൺസ്യൂമറിന്റെ പാഠമായാലും, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് ആയാലും, മാർക്കറ്റ് ഇക്വിലിബ്രിയം ആയാലും, അതുപോലെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ആയാലും എല്ലാത്തിലും കർവ് ഇമ്പോർട്ടൻ്റ് ആണ്. കർവ് വരച്ച് അതിന്റെ പോയിന്റ് വൈസ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ കർവുകളും വരയ്ക്കാന്ന് പറയുമ്പോൾ മെഷർമെന്റിന്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ഇപ്പോൾ കൺസ്യൂമർ ഇക്വിലിബ്രിയം വരയ്ക്കുകയാണെങ്കിൽ മിസ് വരയ്ക്കുന്നത് പോലെ ഇങ്ങനെ കൈയോണ്ട് ഫ്രീ ഹാൻഡ് ആയിട്ട് വരച്ചാൽ മതി. സ്കെയിൽ പെൻസിൽ മാത്രം യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഷേപ്പാണ് അവിടെ മെയിൻ ആയിട്ട് വേണ്ടത്. അതും അതിന്റെ പോയിന്റ് വൈസും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേഗം പഠിച്ചു കഴിഞ്ഞാൽ സാധിക്കും. മൈക്രോ എക്കണോമിക്സ് പോയിന്റ് വൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇനി പഠിക്കേണ്ടത്, ഇനി 2 ദിവസം അല്ലേ വെച്ചിട്ട് ലാഗ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇനി പഠിക്കേണ്ടത് എക്സാം ഓറിയന്റഡ് ടോപ്പിക്സ് മാത്രമാണ്. കൂടാതെ നമുക്ക് കർവ് മാത്രമല്ല, കുറച്ച് പ്രോബ്ലംസ് മൈക്രോ സെക്ഷനിൽ വരുന്നുണ്ട്. ബജറ്റ് ലൈനിന്റെ പ്രോബ്ലം ഉണ്ട്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ പ്രോബ്ലം ഉണ്ട്, ഇക്വിലിബ്രിയം പ്രൈസും കോൺഫിഡൻസ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലംസ് മാത്രമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഇതെല്ലാം അതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ അറിയൂ കേട്ടോ. ഇനി ചാപ്റ്റർ 1ലേക്ക് കടക്കുമ്പോൾ, ചാപ്റ്റർ 1 എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് ആണ്. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, നമ്മൾ ഫൈനൽ എക്സാം ഫോക്കസ് ചെയ്തിട്ടാണ് 5 മാർക്കിന്റെ വെയിറ്റേജ് ആണ് അതിൽ വരുന്നത്. ആദ്യം സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ ഇക്കോണമി പഠിക്കണം. 3 മാർക്കിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് യു പ്രൊഡ്യൂസ്, ഇൻ വാട്ട് ക്വാണ്ടിറ്റി, ഹൗ ടു പ്രൊഡ്യൂസ്, ഹും ടു പ്രൊഡ്യൂസ്. 3 പ്രോബ്ലംസ് ആണുള്ളത്. അതിന്റെ ഉള്ളിലൊക്കെ അത് എന്താണെന്നൊരു 2 സെന്റൻസെങ്കിലും നിങ്ങൾ എഴുതി വെച്ചിരിക്കണം. ദെൻ PPC കർവ് എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഇങ്ങനെയായിരിക്കും അതിന്റെ ഷേപ്പ്. ഇതിന്റെ ഫീച്ചേഴ്സ് എന്താണ്, കോൺകേവ് ടു ദ ഒറിജിൻ ആണ്. പിന്നെ ഇവിടെ ഒരു പോയിന്റ്, PPC കർവും ഒരു പോയിന്റ്, പുറത്തൊരു പോയിന്റ് തരും. എന്നിട്ട് ഇതൊക്കെ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്, ABC എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് 2 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി 3 ടൈപ്സ് ഓഫ് ഇക്കോണമി പഠിക്കണം. സോഷ്യലിസ്റ്റ് ഇക്കോണമി, ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ആൻഡ് മിക്സ്ഡ് ഇക്കോണമി. 3ന്റെയും ഡിഫറൻസ് പഠിച്ചിരിക്കാം. ഏറ്റവും കൂടുതൽ ഡിഫറൻസ് വരിക സോഷ്യലിസ്റ്റ് ആൻഡ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയുടെ ആണ് ഡിഫറൻസ് വരാറ് കേട്ടോ. ദെൻ പോസിറ്റീവ് ആൻഡ് നോർമാറ്റീവ് ഇക്കോണമി എന്താണ്, ഇത് നമുക്ക് ഡിഫറൻസ് ആണ് വെച്ചെങ്കിൽ 4 മാർക്കിലേക്ക് പോകും. പോസിറ്റീവും നോർമാറ്റീവും ആണെങ്കിൽ നമുക്കൊരു 2 മാർക്കിലേക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. ദെൻ മൈക്രോയും മാക്രോയും തമ്മിലുള്ള ഡിഫറൻസ് നമുക്കൊരു 4 മാർക്കിന് ചോദിക്കും. ഇത് ശരിക്കുള്ളത് മാക്രോ സെക്ഷനിലാണ്. ചില സ്റ്റുഡൻസിന് മൈക്രോയിലും ഇത് പഠിപ്പിക്കുന്നുണ്ട്. ദെൻ ഇതിൽ തന്നെ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ കുറച്ച് 1 മാർക്കുകൾ നിങ്ങൾ മെയിൻ ആയിട്ട് അറിയേണ്ടതുണ്ട്. എന്താണ്, ഇക്കണോമിക്സ് ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് ഒയ്ക്കനോമിയ എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ് നമുക്ക് ഇക്കണോമിക്സ് എന്നുള്ള ആ ഒരു ശാഖ തന്നെ ഉണ്ടായത്. ദെൻ ഇക്കണോമിയുടെ മീനിങ്സ് വിച്ച് മീൻസ് ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് ആണ് അതിന്റെ മീനിങ്. ഇതൊക്കെ നിങ്ങൾ 1 വേർഡ് അറിഞ്ഞിരിക്കണം. പിന്നെ ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഇത് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. മൈക്രോ മാക്രോ എന്ന് പറഞ്ഞ സെക്ഷൻ ആക്കിയിട്ടുണ്ട്. മൈക്രോ വിച്ച് മീൻസ് സ്മോൾ, മാക്രോ വിച്ച് മീൻസ് ലാർജ്. അത് നമ്മൾ മാക്രോ എക്കണോമിക്സിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇതിന്റെ ഇവല്യൂഷനൊക്കെ പഠിക്കട്ടെ. ഇവല്യൂഷൻ ഓഫ് മാക്രോ എക്കണോമിക്സ് ഒക്കെ ഫസ്റ്റ് ചാപ്റ്ററിൽ മാക്രോയിൽ പഠിക്കും. ഈ വീഡിയോയിൽ നമുക്ക് മൈക്രോ ആണ് പഠിക്കേണ്ടത്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ മാത്രമല്ല, അവിടെ ആൻ ഇൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറഞ്ഞൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ആരാണ്, ആദം സ്മിത്തിന്റെ ഒരു ഫേമസ് ബുക്ക് ഉണ്ട്. പിന്നെ ആൽഫ്രഡ് മാഷ, ലയണൽ റോബിൻസ്, ഡേവിഡ് റിക്കാർഡോ, സാമുവൽസൺ തുടങ്ങിയ കുറെ എക്കണോമിസ്റ്റുമാരെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എക്കണോമിക്സ് എന്ന് പറഞ്ഞ ശാഖയിലേക്ക്. അപ്പോൾ കുറച്ച് എക്കണോമിക്സിന്റെ വേർഡുകൾ നിങ്ങൾ പഠിക്കുക കേട്ടോ. ആദം സ്മിത്ത്, അതുപോലെ തന്നെ ആൽഫ്രഡ് മാഷ, അങ്ങനെ കുറച്ച് പേര് പഠിക്കുക. മെയിൻ ആയിട്ടുള്ള ആൾക്കാരാണ്. ഇത്രയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ട. 5 മാർക്കിന്റെ വെയിറ്റേജ് ഉണ്ട്.
സെക്കൻഡ് ചാപ്റ്ററിലേക്ക് എടുക്കുമ്പോൾ 16 മാർക്കാണ് നമുക്ക് അവിടെ പ്രതീക്ഷിച്ചത്. അതായത് 8 മാർക്ക് ചോദിക്കാം, 5 മാർക്ക് ചോദിക്കാം, 3 മാർക്ക് ചോദിക്കാം. എല്ലാ മാർക്സിന്റെ ക്വസ്റ്റ്യൻസും നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. കൺസ്യൂമറിന്റെ ബഡ്ജറ്റ് ലൈൻ എന്താണെന്ന് അറിയണം, ഹൊറിസോണൽ ഇന്റർസെപ്റ്റ്, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്, സ്ലോപ്പ്, ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് മോഡൽ എക്സാമിന് 8 മാർക്കിനാണ് ചോദിച്ചിരുന്നത്. കൺസംഷൻ ബഡ്ജറ്റ് എഴുതാൻ പറയും, ഇൻകം തരും, പ്രൈസ് ഓഫ് ഗുഡ് 1, പ്രൈസ് ഓഫ് ഗുഡ് 2. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം 8 മാർക്കിന് ചോദിച്ചാൽ. ബഡ്ജറ്റ് ലൈനിന്റെ ഷിഫ്റ്റും ഇതിന്റെ കൂടെ ഒരു പ്രോബ്ലം വൈസ് ആയിട്ടാണ് നമുക്ക് ചോദിക്കാറ്. നമുക്ക് പ്രോബ്ലം ആയിട്ടാണ് ഇത് രണ്ടും നമുക്ക് ചോദിക്കാറ്. അതായത് ഇൻകം 20 രൂപയിൽ നിന്ന് അല്ലെങ്കിൽ 200 രൂപയിൽ നിന്ന് ഇൻകം 500 രൂപയായി, വാട്ട് ഹാപ്പൻ, എന്താണ് ബഡ്ജറ്റ് ലൈന് ഷിഫ്റ്റ് അപ്വേർഡ് ആയിട്ട് ഷിഫ്റ്റ് ആവും, ലെഫ്റ്റ് വേർഡിലേക്ക് ഷിഫ്റ്റ് ആവും, റൈറ്റ് വേർഡിലേക്ക് ഷിഫ്റ്റ് ആവും എന്നുള്ള കാര്യങ്ങൾ, അതാണ് ഷിഫ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇൻഡിഫറൻസ് കർവ്, അപ്പോൾ ഇത് രണ്ടും നമുക്ക് 8 മാർക്കിനായിട്ടാണ് നോക്കാം. ഇൻഡിഫറൻസ് കർവും അതിന്റെ പ്രോപ്പർട്ടീസും നമുക്ക് 4 മാർക്കിന് ചോദിക്കാം. കൺസ്യൂമറിന്റെ ഇക്വിലിബ്രിയം എന്താണ് 8 മാർക്കിന്. ഇത് കൺസ്യൂമറിന്റെ ഇക്വിലിബ്രിയം ഇങ്ങനെ ചോദിക്കില്ല, നമ്മളോട് ചോദിക്കാം ഒപ്റ്റിമം ചോയ്സ് ഓഫ് കൺസ്യൂമർ ഏതാണ്. അപ്പൊ ഒപ്റ്റിമം ചോയ്സ് ഓഫ് കൺസ്യൂമർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയണം അത് കൺസ്യൂമർ ഇക്വിലിബ്രിയം ആണെന്ന്. ദെൻ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് നമുക്ക് പ്രോബ്ലം ആയിട്ടാണ് ചോദിക്കാറ്. ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കാൻ ഒരു പ്രോബ്ലം ഉണ്ട്, P0/Q0 ഇൻറ്റു ഡെൽറ്റ Q/ഡെൽറ്റ P എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോബ്ലം. ആ പ്രോബ്ലം വെച്ച് ചെയ്യാൻ പഠിക്കണം. എന്താണ് പ്രൈസ് ഇലാസ്റ്റിറ്റി എന്ന് പഠിക്കണം. അതേപോലെ തന്നെ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഡിമാൻഡ് കർവ് വരുന്നുണ്ട്. ലോ ഓഫ് ഡിമാൻഡ്, പ്രൈസ് ഇൻക്രീസസ് ഡിമാൻഡ് ഓൾസോ ഡിക്രീസസ്, പ്രൈസ് ഡിക്രീസസ് ഡിമാൻഡ് വിൽ ഇൻക്രീസസ്, നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണ്. അതിന്റെ ഷിഫ്റ്റ്, അതായത് ഡിമാൻഡ് കർവ് നമുക്ക് കോൺട്രാക്ഷൻ ഉണ്ട്, എക്സ്പാൻഷൻ ഉണ്ട്. ഒരൊറ്റ കർവിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം, ജസ്റ്റ് മൂവ്മെന്റ് മാത്രമാവാം, അല്ലെങ്കിൽ കർവ് അങ്ങനെ അങ്ങോട്ട് ഷിഫ്റ്റ് ആവാം. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡും ഉണ്ട്, അതുപോലെ തന്നെ മൂവ്മെന്റ് അലോങ് ദി സെയിം കർവ് ഉണ്ട്. അപ്പൊ ആ ഷിഫ്റ്റ് പഠിച്ചിരിക്കണം. ദെൻ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ലീനിയർ കർവും എങ്ങനെയാണ്. അപ്പൊ ലീനിയർ കർവ് വരച്ച് ഇവിടെ ഒരു പോയിന്റുകൾ തന്നിട്ട് ഇവിടെ എത്രയായിരിക്കും ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കണം. 5 ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്, ഇതെല്ലാം നിങ്ങൾ പഠിക്കണം. ഈ ലീനിയർ കർവ് നമുക്കൊരു 5 മാർക്കിന് വരും, 5 ഡിഗ്രീസ് 5 മാർക്കിന് വരും, ലോ ഓഫ് ഡിമാൻഡ് 4 മാർക്കിന് വരും. എല്ലാ ക്വസ്റ്റ്യൻസും ഇതിൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 16 മാർക്കിനുള്ളത് ഈ പാഠം മൊത്തം ഉണ്ട്. അപ്പൊ ഈ പാഠങ്ങൾ പഠിക്കാത്തവരും സ്കിപ്പ് ചെയ്യുന്നവരൊക്കെ വേഗം പോയി ഈ ടോപ്പിക്കുകൾ പഠിക്കാം. ഓക്കെ, പിന്നീടാണ് തേർഡ് ചാപ്റ്ററും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. 13 മാർക്കിന്റെ വെയിറ്റേജ് ആണ് കിടക്കുന്നത്. നമ്മൾ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുമ്പോൾ മിസ് ആദ്യം നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഈ 2ഉം 3ഉം ചാപ്റ്റേഴ്സ് ആണ്. ചാപ്റ്റർ 3 ഐസോകോണ്ട് എന്താണ്, അത് 2 മാർക്കിന് നമുക്ക് വരാറുള്ളൂ, പ്രൊഡ്യൂസറുടെ ആണ്. ദെൻ TP കണ്ടുപിടിക്കാൻ നമുക്ക് ഇതുപോലെ 3 മാർക്കിന് AP TP തന്നിട്ട് കണ്ടുപിടിക്കാൻ വരാം. അപ്പൊ AP എന്ന് പറയുന്നത് TP/Q ആണ്, MP എന്ന് പറയുന്നത് TP2 - TP1, രണ്ടിൽ നിന്ന് 1 കുറയ്ക്കാം. അങ്ങനെ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ നമുക്ക് വന്നിരുന്നു. മോഡൽ എക്സാമിന് ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ദെൻ ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷനും അതിന്റെ 3 സ്റ്റേജസും, ഇൻക്രീസ് റിട്ടേൺസ് ടു എയിൽ, പിന്നെ അതിന്റെ ആ ഒരു കർവ് വരച്ചിരിക്കുന്നത് TP, AP, MP ഒക്കെ നമ്മൾ ഇതേപോലത്തെ ഒരു കർവ് ഉണ്ട് വരച്ചിരിക്കണം. കോസ്റ്റ് കർവുകൾ, അതിന്റെ ഷേപ്പുകൾ, അതായത് AFC കർവ്, TC കർവ്, TVC, TEC, SAC, SMC, AVC എന്നിട്ട് കുറേ കർവുകൾ ഉണ്ട്. അതിന്റെ ഷേപ്പുകൾ പഠിച്ചിരിക്കാം. കോസ്റ്റ് പ്രോബ്ലം നമുക്ക് 5 മാർക്കിലേക്കും പോവാം, 8 മാർക്കിലേക്കും പോവാം. ഓക്കെ, 5 മാർക്ക് എന്ന് പറയുമ്പോൾ AFC TC തന്നിട്ട് ബാക്കിയുള്ളത് കണ്ടുപിടിക്കുക, AC തന്നിട്ട് ബാക്കിയുള്ളത് കണ്ടുപിടിക്കുക. അപ്പോൾ അത് 5 മാർക്കിലേക്കും പോവാം, 8 മാർക്കിലേക്കും പോവാം. ദെൻ റിട്ടേൺ ടു സ്കിൽ, ഇത് ലോങ് റൺ പ്രൊഡക്ഷൻ ആണ്. ലോങ് റണ്ണിലും ഈ 3 സ്റ്റേജസ് ഉണ്ട്, അതും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിലെല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായുള്ള ചരിത്രമുണ്ട് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ ഈ പറഞ്ഞ ടോപ്പിക്കുകളിൽ TP വന്നിട്ടുണ്ടാവും, ലോ വേരിയബിൾ വന്നിട്ടുണ്ടാവും, കോസ്റ്റ് കർവ് വന്നിട്ടുണ്ടാവും, കോസ്റ്റ് പ്രോബ്ലം വന്നിട്ടുണ്ടാവും, റിട്ടേൺ ടു സ്കിലും വന്നിട്ടുണ്ടാവും. അങ്ങനെ 13 മാർക്ക് എത്ര വേഗം നമുക്ക് കിട്ടില്ലേ. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ 4ാമത്തെ പാഠം എന്ന് പറയുന്നത് മാർക്കറ്റ് ഇക്വിലിബ്രിയം ആണ്. ഇവിടെ നിങ്ങൾ പഠിക്കുക, മാർക്കറ്റ് ഇക്വിലിബ്രിയം അല്ല, തിയറി ഓഫ് ഫോം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അതാണ് പാഠത്തിന്റെ പേര്. 9 മാർക്ക് ഒരേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 6 എണ്ണം പഠിക്കണം. പെർഫെക്റ്റ് മൊബിലിറ്റി ഉണ്ടായിരിക്കും, ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ് ഉണ്ടായിരിക്കും, ദെൻ പെർഫെക്റ്റ് നോളജ്, കൺസ്യൂമറിന്റെ ഫ്രീഡം ഉണ്ടായിരിക്കും, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇല്ല, സെല്ലിംഗ് കോസ്റ്റ് ഇല്ല, അങ്ങനെ പ്രൈസ് ടേക്കർ ആണ്, തുടങ്ങിയ ഒരു 4-5 ഫീച്ചേഴ്സ് ചെയ്താൽ. പ്രോഫിറ്റ് മാക്സിമൈസേഷന്റെ 3 കണ്ടീഷൻസ് ചോദിക്കാറുണ്ട്. ആ 3 കണ്ടീഷൻസ് 5 മാർക്കിനായിട്ടാണ് ചോദിക്കാറ്. പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഫീച്ചേഴ്സ് 4 മാർക്കിലും ചിലപ്പോൾ 2 മാർക്കിലേക്ക് കുഞ്ഞിതാക്കി പോവാറുമുണ്ട് ഈ സംഭവം. ദെൻ കർവ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ കർവാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്ക് തെറ്റാതെ തരാം, വരയ്ക്കാൻ പറയാം. ഷട്ട് ഡൗൺ പോയിന്റ് എന്താന്ന് വരയ്ക്കുക, ഒപ്പം തന്നെ അവിടെ എഴുതി വെക്കുക. ബ്രേക്ക് ഇവൻ പോയിന്റ് എന്താണ് പോയിന്റ് എന്ന് പഠിക്കുക, ഒപ്പം തന്നെ അതിന്റെ കർവ് വരച്ച് വെക്കുക. സപ്ലൈ കർവ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷനും ചോദിക്കും, നോർമൽ സപ്ലൈ കർവ് നമ്മളോട് ചോദിക്കും. ഇതും എന്താണെന്നും പഠിക്കണം, കർവ് വരച്ചേക്കണം. മാർക്കറ്റ് സപ്ലൈ, അതായത്
അതായത് സപ്ലൈ 1, സപ്ലൈ 2, സപ്ലൈ 3 എത്ര ഇൻഡിവിജ്വൽ സപ്ലൈ ഉണ്ടോ അതൊക്കെ കൂടിയതാണ് മാർക്കറ്റ് സപ്ലൈ. നമുക്ക് എക്സാമിന് വന്നിരുന്നു ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ, നമുക്കിത് പ്രോബ്ലം ആയിട്ട് 3 മാർക്കിന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റർ തന്നെയാണ് ചാപ്റ്റർ 4. ദെൻ ചാപ്റ്റർ 5ലേക്ക് കടക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇക്വിലിബ്രിയം ആണ്. ഇവിടെ 3 ടോപ്പിക്ക് മെയിനായിട്ട് പഠിച്ചാൽ മതി. മാർക്കറ്റ് ഇക്വിലിബ്രിയം അതിൻ്റെ കർവും, പ്രൈസ് സീലിങ്ങും പ്രൈസ് ഫ്ലോറും അതിൻ്റെ കർവും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് രണ്ടും കൂടി ചിലപ്പോൾ 4 മാർക്കിന് ചോദിക്കും. ഡിഫറൻസ് ആയിട്ട് ചോദിക്കാം, ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈസ് ഫ്ലോർ ആൻഡ് പ്രൈസ് സീലിംഗ് ചോദിക്കാം. എന്നിട്ട് രണ്ടിൻ്റെയും കർവ് വരച്ച് വെക്കാം. അല്ലെങ്കിൽ പ്രൈസ് ഫ്ലോർ എന്താണ് അത് എഴുതിയിട്ട് അതിൻ്റെ കർവ്, അപ്പോൾ അതിന് 2 മാർക്ക്. പ്രൈസ് സീലിംഗ് എന്താണ് അത് എഴുതിയിട്ട് അതിൻ്റെ കർവ്, അപ്പോൾ 2 മാർക്ക്. അങ്ങനെ 4 മാർക്ക് ചോദിക്കാം. ഒറ്റയായിട്ടും ചോദിക്കാം. ദെൻ എക്സസ് ഡിമാൻഡ് എന്താണ്, എക്സസ് സപ്ലൈ എന്താണ്, അതിനും കർവുണ്ട്. മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിന് കർവുണ്ട്, പ്രൈസ് ഇക്വിലിബ്രിയത്തിന് കർവുണ്ട്. അപ്പൊ ഇത് 3ഉം കൂടിയിട്ട് ഒരൊറ്റ കർവിൽ നിങ്ങൾക്ക് പഠിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ദെൻ ഇവിടെ നമുക്കൊരു പ്രോബ്ലം എക്സ്പെക്ട് ചെയ്യാം. പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് ഇക്വിലിബ്രിയം പ്രൈസ് കണ്ടുപിടിക്കാനാണ്. ഇക്വിലിബ്രിയം പ്രൈസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അതുപോലെ തന്നെ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലം നമുക്ക് 4 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ നമ്മൾ ഈ വീഡിയോ വരുന്നുണ്ട്, പ്രോബ്ലംസ് മാത്രമായിട്ട് വീഡിയോ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ മൈക്രോ എക്കണോമിക്സ് വേഗം കഴിയും. മൈക്രോ എക്കണോമിക്സിൽ കുറച്ച് പോർഷൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞവർക്ക് മൈക്രോ എക്കണോമിക്സ് 5 പാഠം ഒരുമിച്ച് റിവൈസ് ചെയ്യാം. മിസ് സ്റ്റഡി പ്ലാൻ ഇട്ട് കഴിഞ്ഞവർക്ക് ആ സ്റ്റഡി പ്ലാൻ വഴി പഠിച്ചു പോവാം. ഈ ഓരോ ചാപ്റ്ററിലും ഇത്ര മതി. അപ്പോൾ ഓരോന്നും വെയിറ്റേജ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ മൈക്രോ എക്കണോമിക്സിന് എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, 5 പാഠത്തിൽ നിന്ന് ഞങ്ങൾ ആകെ കൺഫ്യൂഷനിലുണ്ട് എന്നുള്ളവർ എത്രയും വേഗം ഈ ഒരു ഫോർമാറ്റിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. മൈക്രോ കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ നമുക്ക് മാക്രോയുടെ വീഡിയോ വരുന്നുണ്ട്. അതും വെച്ച് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്കണോമിക്സ് നമ്മുടെ കയ്യിലായി. പിന്നീട് നമുക്ക് ഈ എക്കണോമിക്സിൻ്റെ പ്രോബ്ലംസ്, കർവുകൾ, അതുപോലെ തന്നെ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല മാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഷുവറായിട്ട് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. സോ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നയിച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്.